എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പനീർ പുട്ടാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 13ാമത്തെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പുട്ടുപൊടി എടുക്കാം. ആദ്യം തന്നെ ഞാൻ 3/4 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം 1/2 ടീസ്പൂൺ മാത്രം പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. ഇനി കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ അത് ഓരോ അളവും വ്യത്യാസമായിരിക്കും, അതായത് വെള്ളം ഒഴിക്കുന്ന അളവ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് പറയാത്തത്. എൻ്റെ പുട്ടെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് പിടിച്ച് കിട്ടണം, അതുപോലെ നനച്ചെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. ഇനി അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും പച്ചമുളകും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാളയും പച്ചമുളകും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെയാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ മുളക് പൊടി നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് വ്യത്യാസമായിട്ട് എടുത്തോളൂ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പനീറാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞെടുത്ത പനീർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പനീർ വെന്ത് കിട്ടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്ന് തന്നെയാണ് പനീർ. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത് തീ ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ മസാലക്കൂട്ടൂടെ ചേർത്ത് കഴിഞ്ഞ് ഉപ്പ് കുറവായിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ എന്തുമാത്രം പുട്ട് തയ്യാറാക്കുന്നോ അതിനനുസരിച്ച് ഉള്ളിയും പനീറും ഒക്കെ കൂട്ടിയെടുത്തോണം. സാധാരണ തന്നെ പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ പുട്ടുകുറ്റിക്കകത്തേക്ക് ഞാൻ ആദ്യം തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ ആവി കയറ്റാനായി അടുപ്പത്തേക്ക് വെക്കുന്നു. ആദ്യം പുട്ടുപാത്രം അടുപ്പത്തേക്ക് വെച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞ ശേഷം മാത്രമേ ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാവൂ. 10 മിനിറ്റ് മാത്രം മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. പനീറൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പുട്ടൊക്കെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ, ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.